ഇതാട്ടോ വയൽ ചീര. അപ്പൊ നമുക്ക് ഈ വയൽ ചീര വെച്ചിട്ട് നോർമൽ ഒരു ചീരത്തോരൻ പോലെ വെക്കാം. ഇതിനെ വാട്ടർ സ്പിനാച്ച് എന്നും അറിയപ്പെടും കേട്ടോ. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തോരൻ തയ്യാറാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങാരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി, പിന്നെ ചുമന്നുള്ളി, പിന്നെ ആവശ്യത്തിന് ജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി. ഇത്രയും കൂട്ടത്തൊന്ന് ഇതുപോലൊന്ന് ചതച്ചെടുക്കണേ. എന്നിട്ട് നമ്മളൊരു കടായി വെച്ചിട്ട് അതിനകത്തിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അതിനകത്തിലേക്ക് കടുക് ഇടുക, കുറച്ച് അരി ഇടുക കേട്ടോ. അരിയും കടുകും ഒന്ന് പൊട്ടിയതിന് ശേഷം അതിനകത്തിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരയും കൂടി ഇട്ടിട്ട് ഒന്നൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊന്നൊന്ന് ഒതുങ്ങി കിട്ടും കേട്ടോ. എന്നിട്ട് അതിനകത്തിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടുക. ഇത് വെള്ളത്തിൻ്റെയൊക്കെ സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് അത്യാവശ്യം ഇതിൽ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട, ഇങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ അടിപൊളി വയൽ ചീര തോരൻ റെഡി ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.